ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണിയായിട്ടാണ്. സാധാരണ നമ്മൾ ദമ്മൊക്കെ ചെയ്തിട്ടല്ലേ ബിരിയാണി ഉണ്ടാക്കുന്നത്, അതിൻ്റെ അത്രയ്ക്ക് തന്നെ ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു ബിരിയാണിക്കും വളരെ സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ബിരിയാണി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്കായ, 2 ഗ്രാമ്പൂ എന്നിവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും ഒരു 8-9 വെളുത്തുള്ളി അല്ലിയും ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂണ് ബിരിയാണി മസാല, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടി പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചിക്കൻ കഷ്ണങ്ങളും മസാലകളും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. തൈരും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുക്കർ മൂടി വെച്ച് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1 വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആവിയൊക്കെ പോയതിനു ശേഷം ഒന്ന് തുറന്നു നോക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കൈമ അരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അരി നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഊറ്റി വെച്ചതാണ്. അരി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. 2 ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഒരു ചിക്കൻ ക്യൂബിൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ക്യൂബ് ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ ക്യൂബ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, നല്ല ടേസ്റ്റാണ് ചിക്കൻ ക്യൂബ് ചേർക്കുമ്പോൾ. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. അരിക്ക് കൂടി നമ്മൾ അരി വെന്ത് കഴിയുമ്പോൾ ചോറിന് കൂടി നല്ല ഉപ്പ് വേണ്ടേ, അതിനാണ് പിന്നെയും ഉപ്പ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില പുതിനയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് കുക്കറിൻ്റെ അടപ്പ് മൂടി വെക്കാം. അതിനുശേഷം 1 വിസിൽ വരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ കുറച്ച് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കുക്കർ 1 വിസിൽ വന്നു കഴിഞ്ഞു. തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആവിയൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം ഇത് തുറന്നു നോക്കാം. നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളമൊക്കെ കറക്റ്റാണ്. ഇനി ഇതൊന്ന് കോരി നോക്കാം. കറക്റ്റ് വേവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുക്കർ ബിരിയാണി നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം ഇതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അതിന് മുകളിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ബിരിയാണി നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറക്കരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ
ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.